കാത്തിരുന്ന നിമിഷത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ലോകമെങ്ങും ഉറ്റുനോക്കുന്ന ഒരു യാത്ര തന്നെയായിരിക്കും അതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഭൂമിയുടെ അതിരുകൾക്കപ്പുറം നക്ഷത്രങ്ങൾക്കിടയിലേക്ക് ഒരു മലയാളി പേരുകൂടി കൊത്തിവെക്കപ്പെടുന്ന ആ അപൂർവ സുദിനമാണ്. റഷ്യയുടെ സോയൂസ് MS-29 ദൗത്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചുവരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഈ ആഗോള ദൗത്യം നമ്മൾ മലയാളികൾക്ക് അല്പം സ്വകാര്യ അഹങ്കാരത്തിൻ്റെതാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഈ ദൗത്യ സംഘത്തെ നയിക്കാൻ ബഹിരാകാശം കീഴടക്കുന്ന ആദ്യ മലയാളി സാന്നിധ്യമായി അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഒരാൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ അനിൽ മേനൻ. മലയാളികളുടെ ശാസ്ത്രക്കുതിപ്പിന് ഇനി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തോളം ഉയരം എന്ന് പറയേണ്ടി വരും. ഭൂമിയിൽ നിന്ന് നൂറുകണക്കിന് കിലോമീറ്റർ അകലെ മാസങ്ങളോളം നീളുന്ന അതിസാഹസികമായ ദൗത്യത്തിലേക്കാണ് ഡോക്ടർ അനിൽ മേനോൻ ചുവടുവെക്കുന്നത്. ഈ AR കൺട്രോൾ റൂമിലേക്കൊന്ന് നോക്കൂ. അവിടെ വിക്ഷേപണത്തിന് സജ്ജമായി നിൽക്കുന്ന കരുത്തൻ വാഹനം നമുക്ക് കാണാൻ സാധിക്കും. സോയൂസ് 2.1A റോക്കറ്റ്. അതിൻ്റെ നെറുകയിലേക്ക് MS-29 എന്ന പേടകം ഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ചരിത്ര ദൗത്യത്തിന്റെ ഓരോ അത്ഭുത കാഴ്ചകളും നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ദൗത്യത്തിന് സജ്ജമായിരിക്കുന്നു ഡോക്ടർ അനിൽ മേനോനും സംഘവും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ ഇതുവരെയുള്ള കാലാവസ്ഥ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അനുയോജ്യമാണ് എന്നത് തന്നെയാണ് നാസ അറിയിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ചരിത്രയാത്ര സാധ്യമാക്കുന്ന ആ വിസ്മയ പേടകത്തെക്കുറിച്ച് തന്നെ പരിചയപ്പെടാം. പതിറ്റാണ്ടുകളായി മനുഷ്യനെ സുരക്ഷിതമായി ബഹിരാകാശത്തെത്തിക്കുന്നതിൽ ഏറ്റവും വിശ്വസ്തനായ ഏറ്റവും കരുത്തനായ ഇതിഹാസമാണ് സോയൂസ് പേടകം. പ്രേക്ഷകർക്ക് കാണാം, സോയൂസ് MS-29 കൃത്യമായ ഒരു മാതൃകയാണ് ഞങ്ങളുടെ ARVR ടീം തയ്യാറാക്കിയിരിക്കുന്നത്. സോയൂസ് 29 കൃത്യമായ ഒരു മാതൃക ഈ പേടകത്തിൽ ഏറിക്കൊണ്ട് തന്നെയാണ് ഡോക്ടർ അനിൽ മേനോനും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പറന്നുയരാനും പോകുന്നത്. അപ്പോൾ സോയൂസ് പേടകത്തെക്കുറിച്ച് തന്നെ നമുക്ക് വിശദമായി പരിശോധിക്കണം. ഇതിൻ്റെ ഒരു വലുപ്പം എന്ന് പറയുന്നത് നോക്കൂ, 7.2 മീറ്ററാണ് സോയൂസ് പേടകത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത്. 2.7 മീറ്റർ വ്യാസം ഇതിനുണ്ട്. ഒപ്പം 7.2 ടൺ ആണ് ഇതിന്റെ ഭാരം എന്ന് പറയുന്നത്. 7.2 മീറ്റർ നീളം, 2.7 മീറ്റർ വ്യാസം, 7.2 ടൺ ഭാരം ഈ പേടകത്തിനുണ്ട് എന്നതാണ്. നോക്കൂ, ഈ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് 8:17 തന്നെയാണ് വിക്ഷേപണം. ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന ആ 3 മനുഷ്യർ യാത്ര ചെയ്യാൻ പോകുന്നത് ഈ പേടകത്തിലാണ്. ആരാണ് ആ 3 സാഹസിക യാത്രികർ എന്ന് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ അനിൽ മേനോൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മലയാളിയാണ്, പാതി മലയാളിയാണ്, ഒറ്റപ്പാലംകാരനാണ്. ഒപ്പം ക്രോത്രുബ്രോവ്, അന്ന കിക്കിന, ഈ 3 പേരാണ് ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. തീർച്ചയായും ഈ പട്ടികയിൽ ലോക മലയാളി സമൂഹം ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതും ഡോക്ടർ അനിൽ മേനോന്റെ പേര് തന്നെയായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പിതാവ് ശങ്കരൻ മേനോനാണ് ഒറ്റപ്പാലം സ്വദേശി. അദ്ദേഹം അമേരിക്കയുടെ വ്യോമസേനയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളയാളാണ്. വൈദ്യശാസ്ത്ര രംഗത്തെ സമാനതകളില്ലാത്ത അനുഭവ സമ്പത്ത് തന്നെയാണ് അനിൽ മേനോന് ഉള്ളത്. നാസയുടെ ദീർഘകാല പരിശീലനം പൂർത്തിയാക്കിയാണ് അദ്ദേഹം സ്വപ്നതുല്യമായ ഈ ദൗത്യത്തിലേക്ക് നടന്നു കയറുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിനൊപ്പം നമ്മൾ പറഞ്ഞ പോലെ റഷ്യയുടെ കരുത്തരായ ബഹിരാകാശ സഞ്ചാരികളുണ്ട്, ക്രോത്രുബ്രോവും അന്ന കിക്കിനയും. 3 പേരും ഒരേ ലക്ഷ്യത്തോടെ ശാസ്ത്രത്തിന്റെ പുതിയ അതിരുകൾ തേടി മനുഷ്യരാശിയുടെ നല്ല നാളേക്കായി ഒരുമിച്ച് യാത്ര തുടങ്ങുന്നതിനാണ്. അപ്പോൾ ആ 3 പേരെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി എങ്ങനെയാകും യാത്ര എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ആകാശയാത്രയുടെ വേഗമൊന്ന് നമുക്ക് കണക്കാക്കി നോക്കാം. എത്രയോ ദിവസത്തെ യാത്ര വേണ്ടിവരും എന്ന് കരുതിയെങ്കിൽ അത് തെറ്റിയിരിക്കുകയാണ്. 3 മണിക്കൂർ മാത്രമാണ് വേണ്ടത്. ഭൂമിയിൽ നിന്ന് കുതിച്ചുയർന്ന വെറും 3 മണിക്കൂർ കൊണ്ട് സോയൂസ് MS-29 പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പേടകം ഭൂമിയെ 3 തവണ വലം വയ്ക്കുകയും ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത. 3 മണിക്കൂർ മാത്രമേ വേണ്ടൂ 3 തവണ ഭൂമിയെ വലം വെച്ചിട്ട് ബഹിരാകാശ നിലയത്തിലേക്ക്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഈ പേടകം എത്തിച്ചേരും. ഇനി ഈ ദൗത്യത്തിലെ ഏറ്റവും അപകടം പിടിച്ച, ഏറ്റവും കൃത്യത ആവശ്യമുള്ള നിമിഷം അതുകൂടി നമുക്ക് പരിശോധിച്ചാൽ, എപ്പോഴും നമ്മൾ ഈ ബഹിരാകാശ യാത്രികരുടെയൊക്കെ അല്ലെങ്കിൽ ബഹിരാകാശ പേടകങ്ങളുടെയൊക്കെ യാത്രയിലെ നിർണായകമായ ഘട്ടം അത് ഡോക്കിംഗ് തന്നെയാണ്. അതായത് അതിവേഗത്തിൽ പായുന്ന സോയൂസ് പേടകത്തെ ബഹിരാകാശ നിലയവുമായി കൃത്യമായി ബന്ധിപ്പിക്കുന്ന നിമിഷം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്കിംഗ് പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ഡോക്കിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കണം. ഇന്നിപ്പോൾ 8:17 യാത്ര തുടങ്ങി 11:26 ആകുമ്പോഴേക്കും ആ ഡോക്കിംഗ് പ്രക്രിയ നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഈ ബഹിരാകാശ നിലയത്തിലെ റഷ്യൻ നിർമ്മിത പ്രീചാൽ മൊഡ്യൂളിലേക്കാണ് പേടകം ഘടിപ്പിക്കാൻ പോകുന്നത്. തുടർന്ന് കൃത്യമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ബുധനാഴ്ച പുലർച്ചെ 1:25, അതായത് നാളെ പുലർച്ചെ 1:25 പേടകത്തിന്റെ വാതിൽ അഥവാ ഹാച്ച് തുറക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത്. ഡോക്ടർ അനിൽ മേനോനും സംഘവും ഈ ഇതിലേക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ചുവട് വെക്കുക ഈ പേടകം തുറന്ന ശേഷമായിരിക്കും. ഇനി അവിടെ ചെന്ന് ചേരുന്ന ഈ ബഹിരാകാശ നിലയം യഥാർത്ഥത്തിൽ എവിടെയാണ്, അതിന്റെ വേഗം എത്രയാണ് എന്നുകൂടി നമുക്ക് പെട്ടെന്നൊന്ന് പരിശോധിക്കാം. നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്തത്ര ഉയരത്തിലാണ്, ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്ര ഗവേഷണശാലയായ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ വേഗത കേട്ടാൽ നമ്മളൊക്കെ ഞെട്ടു. മണിക്കൂറിൽ 28,000 കിലോമീറ്ററാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ വേഗത. അതായത് ഈ അതിവേഗം കാരണം വെറും 1.5 മണിക്കൂർ കൊണ്ട് ഭൂമിയെ വട്ടം ചുറ്റാൻ സാധിക്കും എന്നതാണ്. ഈ അവിശ്വസനീയ വേഗത്തിലാണ് ഇന്ന് നമ്മൾ മലയാളികളുടെ സ്വന്തം അനിൽ മേനോനും സംഘവും ഒക്കെ സഞ്ചരിക്കാൻ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ വരുന്ന 8 മാസക്കാലം, നീണ്ട 8 മാസക്കാലം ഈ 3-അംഗ സംഘം ബഹിരാകാശ നിലയത്തിൽ താമസിച്ച് ശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഏർപ്പെടും. ഭാവിയിലെ ചാന്ദ്ര ദൗത്യങ്ങൾക്കും ചൊവ്വ പര്യവേഷണത്തിനും വഴിവിളക്കാകുന്ന സുപ്രധാന വിവരങ്ങളാണ് ഈ മലയാളി സാന്നിധ്യമുള്ള ദൗത്യത്തിലൂടെ ലഭിക്കാൻ പോകുന്നത്. ഡോക്ടർ അനിൽ മേനോന്റെ ഈ നേട്ടം ലോകത്തിന്റെ ഏത് കോണിലായാലും ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും നിറകിൽ തങ്ങളുടെ കൊടി നാട്ടാൻ മലയാളികൾക്ക് കഴിയുമെന്നൊരു പ്രഖ്യാപനം കൂടിയാണ്. സോയൂസ് MS-29 ദൗത്യം വൻ വിജയമാകട്ടെ. ഡോക്ടർ അനിൽ മേനോനും സംഘവും സുരക്ഷിതമായി ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തട്ടെ, നമുക്ക് ആശ്വസിക്കാം. വഴിമാറട്ടെ ആകാശം, ചരിത്രം കുറിക്കട്ടെ അനിൽ മേനൻ എന്ന ഈ മലയാളി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതിന്റെ തത്സമയ വിവരണവും തത്സമയ കാഴ്ചകളും റിപ്പോർട്ടറിലൂടെ വൈകിട്ട് 8 മണി മുതൽ കാണുകയും ചെയ്യാം ഡോക്ടർ അരുൺകുമാറിനൊപ്പം. ഏതായാലും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ ഡോക്ടർ അനിൽ മേനോൻ യാത്ര തിരിക്കുമ്പോൾ അഭിമാനത്തോടെ കാത്തിരിക്കുകയാണ് പാലക്കാട് ഒറ്റപ്പാലത്തിന് സമീപത്തുള്ള മങ്കര എന്ന ഗ്രാമം. മങ്കരക്കാരുടെ പ്രിയപ്പെട്ട ചേറ്റു ശങ്കരൻ നായരുടെ പേരക്കുട്ടിയുടെ പേരക്കുട്ടിയാണ് ബഹിരാകാശത്തേക്ക് ആദ്യമായി എത്തുന്ന മലയാളിയായ ഡോക്ടർ അനിൽ മേനോൻ. മങ്കര